ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്നലെ രാത്രിയായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ISLന് വേണ്ടിയുള്ള ടെൻഡർ പുറപ്പെടുവിച്ചിരുന്നത്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് മാർക്കസ് മെർഗുലാവോ, ആശിഷ് നേഗി എന്നിവരൊക്കെ ഈ ടെൻഡറിന്റെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അടുത്ത 15 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. ഇതുവരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘാടകരിൽ നിന്നും 50 കോടി രൂപയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ കുറക്കാൻ ഫെഡറേഷൻ തയ്യാറായിട്ടുണ്ട്. അതായത് ഓരോ വർഷവും 37.5 കോടി രൂപയാണ് സംഘാടകർ ഇനി ഫെഡറേഷന് നൽകേണ്ടത്. അതല്ലെങ്കിൽ ഗ്രോസ് റവന്യൂവിന്റെ 5% നൽകണം. ഇതിൽ ഏതാണ് കൂടുതൽ അതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകേണ്ടത്. അതായത് ഓരോ വർഷവും 50 കോടി രൂപ നൽകുന്നതിന് പകരം അതിപ്പോൾ കുറച്ചിട്ടുണ്ട്, 37.5 കോടി രൂപയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ FSDL ആവശ്യപ്പെട്ടിരുന്നതും ഇതായിരുന്നു. പക്ഷെ FSDL നേർപകുതിയായി കുറക്കണം എന്ന ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇനി വരുന്ന സീസണോട് കൂടി റെലഗേഷൻ നടപ്പിലാവുകയാണ്. അതായത് പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സീസണിൽ റെലഗേഷൻ നടപ്പിലാക്കണം എന്ന ഒരു നിർദ്ദേശമുണ്ട്. അത് അവർ പാലിക്കുകയാണ്. റെലഗേറ്റ് ചെയ്യപ്പെടുന്ന ടീമുകൾക്ക് പാരച്യൂട്ട് പേയ്മെന്റ് ലഭിച്ചേക്കും. അത് നോർമലായിട്ട് ഫുട്ബോൾ ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രാഞ്ചൈസി ഫീ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നിലവിലുള്ള ടീമുകൾ അവരുടെ വരുമാനത്തിന്റെ 10% നൽകേണ്ടതുണ്ട്. അതേസമയം പുതിയ ടീമുകൾ വരുമാനത്തിന്റെ 20% നൽകേണ്ടത്. ഇനി നവംബർ 5-ാം തീയതിയാണ് ബിഡ് ഓപ്പൺ ആവുക. അതായത് ടെൻഡർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇനി നവംബർ 5-ാം തീയതി മുതലാണ് കമ്പനികൾക്ക് ബിഡ് സമർപ്പിക്കാൻ സാധിക്കുക. ആരാണോ ഏറ്റവും വലിയ ബിഡ് സമർപ്പിക്കുന്നത് അവരാണ് ഇതിന്റെ റേറ്റ് സ്വന്തമാക്കുക. എന്നാൽ എല്ലാവർക്കും ബിഡ് സമർപ്പിക്കാൻ കഴിയില്ല. അതായത് ഏറ്റവും ചുരുങ്ങിയത് 250 കോടി രൂപ ആസ്തിയുള്ള കമ്പനികൾക്ക് മാത്രമാണ് ബിഡ് സമർപ്പിക്കാൻ കഴിയുക. അതായത് ഇത് നടത്തിപ്പോകാൻ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 250 കോടി രൂപ നെറ്റ്വർത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതായാലും FSDL തന്നെ ബിഡ് സമർപ്പിച്ചുകൊണ്ട് ഇത് സ്വന്തമാക്കുമോ, അതല്ലെങ്കിൽ പുതിയ കമ്പനികൾ ആരെങ്കിലും വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആശിഷ് നേഗി പറഞ്ഞത് കൂടുതൽ കമ്പനികളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ്. ഇതുവരെ ആരും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ FSDLുമായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് പോകേണ്ടി വരും എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.